ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസമായല്ലേ വീഡിയോയിൽ കിട്ടിയിട്ട് മടി 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 ഭയങ്കര മടിയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരു 2-3 ഡേയ്സ് അതിനുള്ളിൽ വീഡിയോ ഇടലുണ്ട്. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ തന്നെ കുറച്ച് നനക്കാനെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാര്യം പറഞ്ഞെങ്കിൽ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. കറി വെക്കണം, പിന്നെന്ത് അപ്പം ചുടണം, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ. അപ്പോൾ നമുക്ക് നേരെ എന്താക്കാം, ഇത് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ കുക്കിംഗ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അത്യാവശ്യമുള്ള സാധനമെല്ലാം ഉണ്ടല്ലോ, ഈ ഫ്രിഡ്ജിൽ നിന്ന് ഫസ്റ്റ് എല്ലാം എടുത്ത് മാറ്റും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് എടുക്കുന്നു അങ്ങനെ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിന് അടി വരും. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള സാധനമെല്ലാം ഒരു ഓപ്പൺ ആക്കിയതിന് ശേഷം എല്ലാം എടുത്തിട്ട് പുറത്ത് വെക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നുള്ളത്. അങ്ങനെ എല്ലാം എടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് എല്ലാം ഒന്നാകൊണ്ടിട്ട് അങ്ങോട്ടേക്ക് വെക്കലാണ്. അങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മുടെ കറീൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ട്, അതെല്ലാം എടുത്തിട്ട് ഞാൻ പുറത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കറി വെക്കുന്നത് പറഞ്ഞെങ്കിൽ ചിക്കൻ കറിയാണ് വെക്കുന്നുള്ളത്. പിന്നെ പുട്ട് ചുടണം, അങ്ങനെയാണ് പ്ലാന്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ വന്ന് ജനലെല്ലാം തുറന്ന് പുറത്തുള്ള വിശാലമായ ഇത് റബ്ബർ തോട്ടം ഉണ്ടല്ലോ, അത് കണ്ടിട്ട് വേണം എനിക്ക് പാത്രം കഴുകാൻ. അല്ലെങ്കിൽ ജനൽ തുറക്കുമ്പോൾ ഫുള്ള് കാടായിരിക്കും അവിടെല്ലാം. ഇപ്പോൾ കാടെല്ലാം കൊത്തി വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം കഴുകുന്ന കമ്പിച്ചേരിയും മറ്റേ തുറക്കുന്ന പാത്രത്തിൻ്റെ മറ്റേ ഇതെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ കാലാവധിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലാണ് വെള്ളത്തിനെല്ലാം. അത് എൻ്റെ മാത്രമാണോ എല്ലാവരുടെയാണോ എനിക്കറിയില്ല. ഒരു ദിവസം ഇത്തിരി വെള്ളം ഉണ്ടാൽ മതി, ഭയങ്കര സ്മെല്ലാണ്. അതുകൊണ്ട് ഡെയിലി ഇത് ക്ലീൻ ആക്കേണ്ടി വരുന്നു. അത് ഇങ്ങനത്തെ ഒരു ഇതായത് കൊണ്ടാണോ അല്ലാതെ മറ്റു സ്ഥലം എന്ത് കഥയെന്നറിയില്ല, ഭയങ്കര സ്മെല്ലാണ്. ഇത്തിരി വെള്ളം പോലെ ഇത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഭയങ്കര ഇതാണ്. ഇത് ഡെയിലി ഇത് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ മരുന്നെല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പ്രില്ലും കുറച്ചിട്ടോ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്, അങ്ങനെ കുറേ ഒഴിച്ച് കൊടുക്കുന്നില്ല, കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി ഫുള്ള് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ചേരിയെല്ലാം മാറ്റാനുള്ള സമയമായി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാത്രം കഴുകാനെല്ലാം ഉപയോഗിക്കുന്നത് ഒരു സ്പോഞ്ചിയാണ്. പക്ഷേ ഇത് വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഇത് ഞങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്, നല്ലൊരു ഇതാണ്. പക്ഷേ ഓരോന്നാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്കിപ്പോൾ പാത്രമെല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇതിനോട് തുടക്കുമ്പോൾ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എല്ലാം ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്, കഴുകിയിട്ട് വൃത്തിയാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ ജസ്റ്റ് ഒന്ന് അതിൽ വെക്കുന്ന മാത്രം, കട്ടാക്കിയിട്ട് വെക്കൽ മാത്രം ഞാൻ യൂസാക്കൽ കുറവാണ്. ഞാൻ മറ്റേതാണ് അധികം യൂസാക്കൽ. അങ്ങനെ അതെല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചിക്കൻ കറിക്കുള്ള സവാള, തക്കാളി, പച്ചമുളക് അങ്ങനെ എല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. സവാള എല്ലാം കുരുമുനാന്ന് അങ്ങ് അരിഞ്ഞെടുക്കണം. പിന്നെ ഫസ്റ്റ് ഇതുപോലെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റാണ് ഞാൻ കഴുകുന്നത്, എല്ലാം ഒരുമിച്ച് കഴുകിയിട്ട് വൃത്തിയാക്കലാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറി വെച്ചിട്ട് കാണിച്ചു തരാമോ ചോദിച്ചു. ഏറ്റവും സിമ്പിളായിട്ടുള്ളത് പറഞ്ഞെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഏറ്റവും സിമ്പിളെന്ന്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ആ മടിച്ചിപ്പാറായ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ആ കറി ഉണ്ടാക്കുന്നതാണ് ഇന്ന്. ഏറ്റവും എളുപ്പം പറഞ്ഞെങ്കിൽ എല്ലാവർക്കും, പക്ഷെ ടേസ്റ്റിന് ഒരു കുറവില്ല. അതായത് ടേസ്റ്റ് കൂടാനുള്ള ചെറിയൊരു ഐറ്റംസ് കൂടി ഞാൻ അതിൽ ആഡ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും.
പിന്നെ ഞാൻ പിന്നെ ഓൾറെഡി ഇങ്ങനെയാണ് ചെയ്യൽ, പക്ഷേ ലാസ്റ്റ് അതിലേക്ക് പിന്നെ നമ്മുടെ മുളക് പൊടിയും കൊത്തമ്പാരി പൊടിയും അതെല്ലാം വറുത്തിട്ട് ചേർക്കലാണ്. ഇപ്പോൾ ഇതാ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കറി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കും സിമ്പിളായിട്ട് ഇപ്പോൾ വേണം, അതുകൊണ്ട് ഞാൻ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ലീഫ് ഉണ്ടല്ലോ, ഈ ലീഫിന് പറയുന്നതാണ് രമ്പയിലാന്ന് പറയും. ഇത് നെയ്ച്ചോറിനിടാം, ചിക്കൻ കറിക്കിടാം, നമ്മൾ ഉണ്ടാക്കുന്ന ഏത് കറിക്ക് വേണമെങ്കിൽ ഇടാം. കാരണം നല്ലൊരു ഒരിതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിലെല്ലാം സെർച്ച് ആക്കിയാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ അവിടെ സെർച്ച് ആക്കിയാൽ ഇതിൻ്റെ യഥാർത്ഥൊരിത് കിട്ടും. രമ്പയിലാന്ന് പറയും. ഒരു എല്ലാത്തിനും ടേസ്റ്റും അതുപോലെ നല്ല സ്മെല്ലും കൂട്ടുന്ന ഒരു ഐറ്റമാണിത്. ഇത് ചിക്കൻ കറിയിലെല്ലാം ജസ്റ്റ് ഒരു പീസയിൽ ഇട്ട് കൊടുത്താൽ മതി, നല്ല മണമാണ് വരുന്നുള്ളത്. ഈ രമ്പയിലെൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, നല്ല ലെങ്ത്താണ്, ഭയങ്കര വലിയ ഒരു ലീഫാണിത്. നമ്മുടെ തെങ്ങിൻ്റെ ഓലയെല്ലാം പോലെയാണ്, അതുപോലെയാണുള്ളത്. അപ്പോൾ അതിനെ ഒരു ലീഫിൽ നിന്ന് തന്നെ നമുക്ക് പകുതി കുറേ പീസാക്കി എടുക്കാൻ പറ്റുന്നു. ഇത് ഉള്ളവർക്കറിയാം ഇതിൻ്റെ ഉപകാരം, നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇതാ ഞാൻ കറക്കിയുള്ള എല്ലാം ഞാൻ ഇത് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ സവാള ഇപ്പോൾ ഞാൻ കുനുകുനാന്നങ്ങ് അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് തക്കാളി ആയാലും നീരുള്ളി ആയാലും എല്ലാം ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ അരിയും. അത് ബിരിയാണിക്കായാലും ഞാൻ ഇങ്ങനെയാണ്. ഇത്ര ചെറുങ്ങനെ അരിഞ്ഞില്ലെങ്കിലും ഒരു നോർമൽ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കൽ. കാരണം നല്ലോണം ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ നീരുള്ളി കാണുന്നത് ഒരു ഇഷ്ടമല്ല. അത് ബിരിയാണിയിലായാലും ശരി കറിയിലായാലും ശരി എല്ലാം ചെറുങ്ങനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കും. ഇതാ നമ്മൾ കട്ടാക്കിയ സവാള ഉണ്ടല്ലോ, സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് ചിക്കനെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഞാനിവിടെ കുറച്ച് 2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടിയും അതെല്ലാം ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല 1 ടീസ്പൂണ്, പിന്നെ കുരുമുളക് 1 ടീസ്പൂണ്, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ചിക്കനിലില്ല നല്ലപോലെ പിടിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. പക്ഷേ എനിക്കിവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ നേരെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ വെന്ത് വരുന്ന ടൈമിലുണ്ടല്ലോ, അതിൻ്റെ തന്നെ വെള്ളം ഉണ്ടാവും, ഈ ചിക്കൻ്റെ തന്നെ വെള്ളം ഉണ്ടാവും, അത് തന്നെ ഊറിയിട്ട് വരും. അപ്പോൾ ആ ടൈമിലായിരിക്കും നമ്മുടെ ഈ സവാള പിന്നെ ഈ തക്കാളി എല്ലാം ഉണ്ട് നല്ല പോലെ ഉടഞ്ഞു വരും. നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് വാട്ടുന്നില്ലേ, അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരും. അപ്പോൾ വെള്ളം കൂട്ടിയാൽ എന്താവും, അതെല്ലാം അതുപോലെ ഉണ്ടാവും, ഉടഞ്ഞിട്ട് അങ്ങനെ വരില്ല. ഈ ചിക്കനെല്ലാം പിന്നെ ഈ തക്കാളി നീരുള്ളിയെല്ലാം ഉടഞ്ഞതിന് ശേഷം നമുക്ക് വേണേൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ ചിക്കൻ കറിയിലേക്ക് വേണ്ട വെള്ളം ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ അതിനിടയിൽ ഞാൻ പുട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുട്ടിൻ്റെ ഇതൊന്നും ഞാൻ കാണിച്ചിട്ട, ഇത് ഓൾറെഡി ഞാൻ പുട്ടെല്ലാം പൊടിച്ചെടുത്തതാണ്. ആ പുട്ടുപൊടിയാണ് കേട്ടോ, അരി പൊടിച്ചെടുത്തതാണ്. അപ്പം അതിൽ ഞാൻ പുട്ടുണ്ടാകും, നല്ല സോഫ്റ്റ് പുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ചോളം, കുഞ്ഞുങ്ങൾക്ക് സ്നാക്സായിട്ട് ഞാൻ ഇന്ന് കൊടുക്കുന്നത് ഒരു ചോളം കുക്കുംബറും വെച്ചിട്ടുള്ള ഒരു സാലഡ് രൂപത്തിലാക്കിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതും ഈ ചോളം വേവാനായിട്ട് ഒരടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി നീരുള്ളി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക്
ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദാ പിന്നെ ഇല്ലേ ഈ ചിക്കൻ ടേസ്റ്റ് കൂടാൻ ഈ സാധനമാണ്, അതായത് നമ്മുടെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, മാഗി ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് കുറക്കണം, കാരണം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുള്ളതാണല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഈ കറിക്ക് ഉപ്പിടുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉപ്പ് കൂട്ടിയിട്ട് തിന്നേണ്ടി വരും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ കറീൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഞാൻ ഇപ്പോൾ ഇട്ട മാഗി ക്യൂബാണ്. പിന്നെ ഒന്ന് രമ്പയില ഉണ്ടല്ലോ, അത് രണ്ടാണ് ഈ ചിക്കൻ കറീൻ്റെ ടേസ്റ്റ്. ഇത് നല്ലുണ്ട്, പുട്ടും ഈ ചിക്കൻ കറി കൂട്ടി കഴിച്ചാൽ സൂപ്പറാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ചിക്കൻ കറിയെല്ലാം ഉണ്ടാക്കുക. ഇതുപോലെ പുട്ടും അപ്പം അതെല്ലാം ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഒഴിച്ച് കഴിച്ചങ്ങ് മതി. അപ്പോൾ ടേസ്റ്റിന് ഒരു കുറവുമില്ല. നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണ്. ഇതുപോലെ വെച്ചതിന് ശേഷം മുളക് പൊടി ഇതിൽ ഞാൻ ആഡ് ആക്കിയില്ല ഫസ്റ്റ് ടൈം. ബാക്കി എല്ലാ ഐറ്റംസും ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന ടൈമിലുണ്ടല്ലോ ഞാൻ മുളക് പൊടി, കൊത്തമ്പാരി പൊടി, പിന്നെ കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളക്, ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ വറുക്കുന്നില്ലേ, അതുപോലെ വറുത്തിട്ട് അതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു മണം വരുന്നു. അങ്ങനെ വേണമെങ്കിൽ ഈ കറി ഉണ്ടാക്കുക, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് ഒരിതുപോലെ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ലാസ്റ്റ് വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, മല്ലിയില ചേർത്ത് കൊടുക്കണം, അതെല്ലാം ചേർത്ത് കൊടുക്കാനുണ്ട്. പക്ഷെ അതൊന്ന് ഞാൻ വീഡിയോ എടുത്തിരുന്നു, പക്ഷെ എൻ്റെ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അതെല്ലാം കട്ടായി പോയിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ സിമ്പിൾ ചിക്കൻ കറി. അപ്പോൾ അത്രയും ഉണ്ടാക്കിയാൽ മതി. പിന്നെ ചൂടുവെള്ളമെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ചോളം, പിന്നെ അവർക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചിന് കൊടുക്കുന്നുള്ളത് നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറി ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ നെയ്ച്ചോറും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്ച്ചോറിലുണ്ടല്ലോ ഞാൻ കുറച്ച് സ്പൈസസ് എല്ലാം ചേർത്തെടുത്തിട്ടുണ്ടത്. അവർക്ക് കുഞ്ഞൊക്കെ ആകുമ്പോൾ പിന്നെ കൂടുതൽ മസാലയൊന്നും വേണ്ട, നെയ്ച്ചോറിനായാലും കറിക്കായാലും കൂടുതൽ മസാലയൊന്നും വേണ്ട. അതുകൊണ്ട് ഞാനിപ്പം ഞാൻ മുമ്പ് ഞങ്ങളില്ല കറിയിൽ കുറേ മസാല വേണം, ജീരകം, ഉലുവ, അങ്ങനെ അതെല്ലാം വേണം. പക്ഷേ എൻ്റെ 2 പിള്ളേർക്ക് അത് രണ്ടും വേണ്ട. അതുകൊണ്ട് ഞാൻ അതെല്ലാം കുറച്ചിട്ടുണ്ട്, അതെല്ലാം കുറച്ചിട്ടുണ്ട്. ഇപ്പം നെയ്ച്ചോറിലായാലും ഞാൻ കുറച്ച് അതിൻ്റെ നെയ്ച്ചോറിൻ്റെ ഒരു മണം അത്രയേ ഉള്ളൂ. നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മൾ മസാല കൂടിയങ്ങുണ്ടല്ലോ, അത് കറിയിലായാലും ചോറിലായാലും എന്തിലായാലും മസാല കൂടിയങ്ങ് പിന്നെ അത് കഴിക്കാൻ കൊള്ളില്ല. പിന്നെ അതിൻ്റെ ടേസ്റ്റേ മാറും. നമ്മൾ ഉണ്ടാക്കിയ കറീൻ്റെ ആയിട്ട് ചോറിൻ്റെ ആയിട്ട് ടേസ്റ്റേ മാറും മസാല കൂടിയാൽ. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചോളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഒന്നിലേക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് സാലഡ് ആക്കാനുണ്ട്, അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ നെയ്ച്ചോറെല്ലാം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ ഇനി ഇതിൻ്റെ കുറച്ച് വെള്ളം കൂടി ആറാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ച് ഇതാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോളം ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് വേവിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ കട്ടാക്കി എടുക്കാം. എന്നിട്ട് സാധാരണ നമുക്ക് ബട്ടറിലോ നെയ്യിലോ അങ്ങനെ വേണമെങ്കിലും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കട്ടാക്കിയതിന് ശേഷം നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം സ്കൂളിലേക്കുള്ളതല്ലേ. അപ്പോൾ ടിഫിനിലെല്ലാം ആകുമ്പോൾ ഇതിൻ്റെ എല്ലാം നെയ്യിൻ്റെ എല്ലാം സ്മെല്ലുണ്ടാവും, അപ്പോൾ അവർ കഴിക്കില്ല. അതുകൊണ്ട് വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ കുക്കുംബറാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഈ കുക്കുംബർ എങ്ങനെ വേണമാലും നമുക്ക് കട്ടാക്കി എടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ടാക്കി എടുക്കാം. ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ കട്ടാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ ഇതുമല്ല വലിയ കഷ്ണമല്ല, അങ്ങനെ ഒരു ഇതിൽ കട്ടാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സാലഡ് ഉണ്ടല്ലോ, ഈ സാലഡും എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന സാധനമാണ്. ഇതിൻ്റെ കൂടെ ക്യാരറ്റും കൂടി ആഡാക്കും. എന്നിട്ട് നൈറ്റ്, മോർണിംഗ്, ഈവനിങ് അങ്ങനെ 3 ടൈമിലായിട്ട് ഞാൻ കഴിക്കലുണ്ടായിന്. അപ്പം അയക്കും ഞാൻ ഈ ഡയറ്റ് എപ്പോൾ പ്ലാൻ ആക്കുന്നോ അന്നായിരിക്കും മാരേജ് ഫങ്ഷനും പരകൂടി കൂടലും പിന്നെ ഇല്ലാത്ത ഫങ്ഷനൊന്നും ഉണ്ടായില്ല, എല്ലാ ഫങ്ഷനും ഉണ്ടാവും. അപ്പോൾ പോയിട്ട് നല്ല പാങ്ങല ബിരിയാണിയും അത് ഇത് തന്നെ നല്ല പോലെ ഷാപ്പടക്കും. അപ്പോൾ എന്താക്കും, പിന്നെയും തടി കൂടും. ഇതാണ് എനിക്ക് പിന്നെ വെള്ളം കുടിച്ചാൽ മതി, അപ്പോൾ തടി കൂടും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ പിന്നെ അതിനോട് എത്ര ഇതാക്കി പിന്നെ ഡയറ്റ് എന്ന സാധനം ഞാൻ അടക്കളഞ്ഞ്. കാരണം എന്തെങ്കിലും നമ്മൾ ബിരിയാണി അതിൽ കാണുമ്പോൾ കഴിക്കും, പിന്നെ ഇതാക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഫുഡ് കൺട്രോളാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഇതിൽ കുക്കുംബറും പിന്നെ ഇതിൽ കുറച്ച് പെപ്പർ പൊടിയും കുറച്ച് ഉപ്പും ഇത്രയും കൂടി ഇതിൽ ആഡാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവരെ ടിഫിൻ റെഡിയാക്കുന്നുണ്ട്. അപ്പം അവരെ ടിഫിനെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് വരാം. പിന്നെ നമുക്കിതുണ്ടല്ലോ ചെറിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാനുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വരുന്നു. അങ്ങനെ ഇതാ ടിഫിനെല്ലാം റെഡിയാക്കി ഇനി ഇതെല്ലാം കിറ്റിലാക്കിയിട്ട് അവരെ സ്കൂളിലേക്ക് അവരെ സ്കൂൾ അയച്ചതിന് ശേഷം ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ അതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം. ഇതാ ഇതെല്ലാം ഉണ്ടല്ലോ ബാഗ്, ഇതെല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ്, അതായത് മാസ്റ്റർ ക്വാളിറ്റിയാണ്. നല്ല അഫോർഡബിൾ പ്രൈസിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ ബ്രദറിൻ്റെ ഔട്ട്ലെറ്റിലുള്ള സാധനമാണ് ഇതെല്ലാം. ഇതിപ്പോൾ ക്രിസ്ത്യൻ ഡിയോർ, പിന്നെ കോച്ച്, പിന്നെ ഫെൻഡി, എംകൻ്റെ ബാഗ്, അങ്ങനെ കുറേ ബ്രാൻഡഡ് ഐറ്റംസ് നമ്മളെടുത്തുണ്ട്. വാച്ച്, സ്ലിപ്പേഴ്സ്, പിന്നെ കിഡ്സ് ഐറ്റംസ്, മെൻ, ലേഡീസ്, നമ്മളടുത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. അത് ബ്രാൻഡഡ് ഐറ്റംസാണ് നമുക്ക് കൊടുക്കുന്നുള്ളത്. അതും അഫോർഡബിൾ പ്രൈസിനാണ് നമുക്ക് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനത്തെ പോലത്തെ കളക്ഷൻ നിങ്ങൾ ഫാമിലിയിലോ ആർക്ക് വേണമെങ്കിലും അതാ ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ ഇതിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങളടുത്തേക്ക് എത്തിച്ചു തരുന്നതാണ്. ഇതിപ്പോൾ UAE ഇത് ചെയ്യുന്നുള്ളത്, വർക്കും കാര്യമെല്ലാം. അപ്പോൾ UAE 2 days കിട്ടും, നാട്ടിലേക്കാണെങ്കിൽ 50 days, 10 days ആണ് പറയുന്നത്. എങ്കിലും അത് നാട്ടിലേക്കായതുകൊണ്ട് ഒരു 10-15 days എല്ലാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡഡ് ഐറ്റംസ് ഇടാൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എത്തിച്ചു തരുന്നതാണ്. പിന്നെ ഈ കാണുന്നത് എൻ്റെ നമ്പറാണ്. അപ്പോൾ ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇടാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സൗദി, ബഹ്റൈൻ, ഖത്തർ എല്ലായിടത്തേക്കും, UK എല്ലായിടത്തേക്കും ഡെലിവറി ഉണ്ട്. പക്ഷെ കുറച്ച് ചാർജ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നാട്ടിലേക്കെല്ലാം ആണെങ്കിൽ ഫ്രീ ഡെലിവറിയാണ് നമുക്ക് കൊടുക്കുന്നുള്ളത്. അപ്പോൾ വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക, ഫോട്ടോ കാര്യമെല്ലാം അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.